നമസ്കാരം. സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തായാലും വളരെ സന്തോഷം. നമ്മൾ വ്യത്യസ്തമായ അതിഥികളെ തേടിയുള്ള സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ ഇന്നത്തെ ആദ്യത്തെ യാത്ര എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ കഴക്കൂട്ടത്തിനടുത്ത് FC ഗോഡൗണിനടുത്ത് കൈരളി നഗർ 2 ഒരു വീട്ടിൽ പുള്ളിക്കാരന് ചെടിക്കൊക്കെ നനച്ചുകൊണ്ടിരുന്ന സമയത്ത് പുള്ളി എന്തോ ഒരു സാധനം ചെടിയുടെ ഇടയിൽ ഇങ്ങനെ പാത്തിരിക്കുന്നുണ്ട്. അങ്ങനെ പുള്ളി പെട്ടെന്ന് വടി ഉപയോഗിച്ച് നീക്കിയപ്പോൾ അത് പെട്ടെന്ന് തൊട്ടടുത്തുള്ള കുറച്ച് തൊണ്ട് കിടപ്പുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് സ്പീഡിൽ പോയാൽ കയറി എന്ന് പറഞ്ഞു. എന്തായാലും അദ്ദേഹം സ്ഥലത്തുണ്ട്. പുള്ളി ക്യാമറയ്ക്ക് മുന്നിലേക്ക് നിൽക്കുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷേ വേറൊരു പ്രത്യേകത ഉണ്ട്. ഈ വീട്ടിൽ ഇവിടുത്തെ അദ്ദേഹത്തിൻ്റെ അമ്മയെ സഹായിക്കാനായി നിൽക്കുന്ന ചേച്ചിയുടെ മകനെ കുട്ടിയെ കുറച്ച് നാളുകൾക്ക് മുന്നേ തൊട്ടപ്പുറത്തൊരു 200 മീറ്റർ അപ്പുറത്ത് നമ്മൾ വരുന്ന വഴിക്ക് ഒരു അമ്പലം കൊണ്ട് അമ്പലപ്പറമ്പിൽ വെച്ച് രണലിലൂടെ കടിയേറ്റ് പുള്ളിക്കാർ അദ്ദേഹം ട്രീറ്റ്മെൻറ്റിലൊക്കെ ആയിരുന്നു. കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് വന്നു. എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല. ഒരു തണുത്ത നല്ല ഇത്രയും പുറത്ത് ചൂടുണ്ടെങ്കിൽ ഇവിടെ നല്ല തണുപ്പാണ്. പിന്നെ തൊട്ടപ്പുറത്തെ വീട്ടിൽ നിന്ന് ഞാൻ കുറച്ച് കാലങ്ങൾക്ക് മുന്നേ 2 മൂർഖൻ അതിഥി ഒരുമിച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സമയം കളയുന്നില്ല. പോകാൻ നമുക്ക് നമ്മുടെ അതിഥി ഇരിക്കുന്ന സ്ഥലത്തേക്ക് നോക്കാം. നമ്മുടെ അതിഥി ആരാണെന്ന്. പ്ലാവ് ഉണ്ടെന്നൊക്കെ നമ്മൾക്ക് ബഡ് പ്ലാവ് എല്ലാം നല്ല അടിപൊളി. ചാമ്പ നമ്മുടെ ഇത് നമ്മുടെ ഇതാണെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മുടെ മാംഗോസ്റ്റിക്കാണെന്ന് തോന്നുന്നു. എല്ലാം നല്ല അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട്. അടിപൊളി നോക്കുന്നുണ്ട്. മാംഗോസ്റ്റിക്ക് ഇതാ നിൽക്കുന്നു. ഇത് മാംഗോസ് എല്ലാ ഫ്രൂട്ട്സാണ്. മാംഗോസ് സൂപ്പർ, എല്ലാം നല്ല അടിപൊളി. അപ്പോൾ നല്ല ഇവിടെ വന്നപ്പോൾ നോക്കിയേ നല്ല തണുപ്പ്, സൂപ്പറായിട്ട് തണുപ്പ്, സൂപ്പർ അടിപൊളി. ഒരു ചാമ്പയ്ക്ക് നോക്കി നമസ്തേ, സുഖമായിരിക്കുന്നല്ലോ. എവിടെയാണ് കണ്ടെന്ന് പറഞ്ഞത്? ഈ തൊണ്ടിനകത്തോ? ഇവിടെ നിന്ന് പിന്നെ പോയിട്ടില്ല. അടിപൊളി കേട്ടോ. നിങ്ങൾ നല്ല പച്ചപ്പ്, നല്ല സൂപ്പർ കേട്ടോ. നോക്കിയേ അടിപൊളി എല്ലാം. നോക്കിയത് ഇത് കണ്ടോ ഇതൊരു ഫ്രൂട്ട്സാണ്. നോക്കിയുള്ളതാ ഇത് കണ്ടോ, ഇതൊരു ഫ്രൂട്ട്സാണ് കണ്ടോ. ഇതെല്ലാം ഫ്രൂട്ട്സ് സൂപ്പറായിട്ട് എല്ലാം നല്ല അടിപൊളി. ഇത് പേര എല്ലാം ഉണ്ട്. നമ്മുടെ കടച്ചക്ക, അതായത് ശീമപ്ലാവ് എല്ലാം ചട്ടിയിൽ സൂപ്പർ നല്ല എനിക്ക് തോന്നുന്നത് പുള്ളിക്ക് ഈ കൃഷിയോട് ഭയങ്കര കമ്പമാണെന്ന്. അല്ലെങ്കിൽ പിന്നെ ഇത്രയും ഇങ്ങനെ മനോഹരമായിട്ട് ക്രമീകരിക്കാൻ പറ്റില്ലല്ലോ. എല്ലാം നല്ല ഒരുമാതിരിപ്പെട്ട എല്ലാ ഫ്രൂട്ട്സും നമ്മുടെ നാട്ടിലുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാ ഫ്രൂട്ട്സും പിന്നെ ഇത്രയും ഈ പറമ്പിലുണ്ട്. എനിക്ക് തോന്നുന്നു ഇതൊരു ഫ്രൂട്ടാണ്. ഇതിൻ്റെ പുള്ളിക്കാരുണ്ടായിരുന്ന പുള്ളിയുടെ പേര് ചോദിക്കായിരുന്നുണ്ടോ. ഇതെല്ലാം ഫ്രൂട്ട്സാണ്. പിന്നെ ഇത് സപ്പോർട്ട് നമ്മൾ പറയണ്ടല്ലോ, ഇതൊക്കെ നമ്മുടെ നാട്ടിലുള്ള. അപ്പോൾ ഇവിടെ പുള്ളിക്കാരത്തെ പറഞ്ഞു വെച്ചാൽ അവിടെ നിന്ന് ഇതിനകത്ത് വന്ന് കയറി നല്ല സ്പീഡിൽ വന്ന് ഇതിനകത്തോട്ട് കയറി എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ സത്യം പറഞ്ഞാൽ ഇതിനപ്പുറത്തോട്ട് നല്ല പറമ്പാണ്, ധാരാളം ഹോൾസ് ഉണ്ട്. അപ്പോൾ ഇതിനപ്പുറത്തോട്ട് കണക്ഷൻ കാണുന്നില്ല. ഇവിടെ എന്തായാലും ഇതിനകത്തുണ്ട്. പുള്ളി ഇതിനകത്ത് കണ്ടെന്നാണ് പറഞ്ഞത്. ഇതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടില്ല. അപ്പോൾ നമ്മളെന്തായാലും സമയം കളയുന്നില്ല. കാരണം നമ്മൾ സൂക്ഷിച്ച് നോക്കേണ്ട സാധനം അണലിയാണ്. പുള്ളിക്കാരൻ പറഞ്ഞു, കറക്റ്റായിട്ട് പറയുന്നു, ചേനത്തണ്ട അണലി തന്നെയാണെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് എന്തായാലും ഇത് കുറേച്ച ഒന്ന് മാറ്റി. ഒരു കണക്ക് നോക്കിയാൽ ഇതൊക്കെ കോമ്പൗണ്ടിൽ കിടക്കുന്നതെന്നല്ല, കിടക്കുമ്പോൾ ഇതിനകത്തൊന്ന് പാത്തിരിക്കും, അല്ലെങ്കിൽ റൂമിനകത്ത് കയറി പോകും. അപ്പോൾ ഇത് നമ്മൾ ചില സാഹചര്യങ്ങളിൽ നമുക്ക് വിറവും തൊണ്ടുമൊക്കെ ഭയങ്കര ഉപകാരിയാണ് വീട്ടുകാർക്ക്. അത് വന്നാലും എവിടെയെങ്കിലും പാത്തിരിക്കും, നമ്മൾ അതനുസരിച്ച് നോക്കിയാൽ മതി. പിന്നെ ഇത് അണലിയാണെന്ന് ആ അതിൻ്റെ പാറ്റേൺ പുള്ളിക്കാരൻ കണ്ടു. പുള്ളിക്കാരൻ കൃത്യമായിട്ട് പറയുന്നുണ്ട് അത് കൃത്യം അണലിയാണെന്ന്. നല്ല സ്പീഡിൽ കമ്പൗണ്ട് തട്ടിയപ്പോൾ നേരെ നല്ല സ്പീഡിൽ ഒന്നി കദമ്പയ്ക്കകത്ത് വന്ന് ഇറങ്ങി. അടുത്ത പറമ്പുകൾ എത്രയൊക്കെ നമ്മൾ നമ്മുടെ സ്വന്തം പറമ്പ് സൂക്ഷിച്ചിട്ടാലും അടുത്ത പറമ്പ് വേക്കൻ്റായി കിടക്കുമ്പോൾ ഇവർക്കൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്.
സംശയമില്ല, പുള്ളി ഉറപ്പായിട്ട് പറയുന്നുണ്ട് അണലിയാണ്. അവർക്കൊക്കെ അറിയില്ല, അവർ നമ്മുടെ പ്രോഗ്രാം കാണുന്നല്ലോ, ഒരുപാട് വായിക്കുന്ന ആൾക്കാരാണ്. അണലിയുടെ കറക്റ്റ് അണലിയുടെ പാറ്റേൺ തന്നെയാണെന്ന് പുള്ളി വിളിച്ചപ്പോഴേ പറയുന്നുണ്ടായിരുന്നു. നല്ല സ്പീഡിൽ, അപ്പം നല്ല സ്പീഡെന്ന് പറയുമ്പോൾ അധികം വലിയ സൈസ് ആയിരിക്കത്തില്ല, ചെറിയ സൈസ് ആവാൻ സാധ്യത കൂടുതൽ. പിന്നെ അണലി ആയതുകൊണ്ട് അവസാനത്തെ തൊണ്ടെടുക്കുന്നവരെ നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മൾ ഏകദേശം 90% മാറ്റി തീരാറായി. എനിക്ക് തോന്നുന്നത് മിക്കവാറും ഈ ലാസ്റ്റ് അറ്റത്ത് കാണാം, കാരണം ബാക്കിയെല്ലാം നമ്മൾ മാറ്റി. പല്ലി ധാരാളം ഉണ്ട് ഇവിടെയൊക്കെ. മതിലിൻ്റെ സൈഡിൽ ഹോളില്ലാതിരുന്നാൽ മാത്രം മതി. മതിലിൻ്റെ സൈഡിൽ ഹോളുണ്ടെങ്കിൽ പാണി പാളി. അടിപൊളി. എന്തായാലും ഇതാ പുള്ളിക്കാരൻ കണ്ടത് വെറുതെ ആയില്ല. അത് നോക്കൂ, പുള്ളി കറക്റ്റാണ് പറഞ്ഞു അണലിയാണ്, ഒരു സംശയമില്ല അണലിയാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എന്താ അണലിക്ക് എന്തിനാ വലുപ്പം അല്ലേ. ഇപ്പോൾ എന്തായാലും പറഞ്ഞ കാന്താരിക്ക് എന്തിനാ വലുപ്പം എന്ന് ഇതാണ്ട ഒരു വെറൈറ്റി കളർ ഉണ്ടോ നോക്കി. തീരെ ചെറുതൊന്നുമല്ല, പുള്ളി ചെറുതെന്ന് പറഞ്ഞാൽ ചെറുതല്ല. നോക്കിയുള്ളൂ, 2 വയസ്സിന് മേളിൽ 3 വയസ്സിനടുത്ത് പ്രായം വരുന്ന ഒരു സൂപ്പർ. നോക്കി പുള്ളി ആ ഒരു കാര്യത്തിൽ എന്തായാലും നമ്മുടെ ആൾക്കാരെ നമ്മൾ ഒരിക്കലും നമുക്ക് തള്ളിക്കണം. കൃത്യം പുള്ളി പറഞ്ഞു, ഞാൻ കണ്ടു സുരേഷ് ജി, ഇത് റസൽ സ്വൈപ്പർ അതാ ചേനത്തണ്ടാണെന്ന് പറഞ്ഞു, അണലിയാണെന്ന് പറഞ്ഞു. ഇതാ എന്തോ സ്പീഡിലാണ് പറഞ്ഞത് നോക്കിയുള്ളൂ. ആ ചെടി പുള്ളി കറക്റ്റ് ആ ചെടിയുടെ ഇടയിരിക്കുന്ന കണ്ടു. ഞാൻ പറയാണ്ട് എപ്പോഴും പറഞ്ഞു, വെള്ളം അനിവാര്യമാണ്. വെള്ളം എപ്പോഴും കുടിക്കാൻ ആവശ്യമാണ് പാമ്പുകൾക്ക്. ഇപ്പോൾ ചൂട് കൂടുതലാണ്, അപ്പോൾ ഇവർക്ക് നല്ല തണുകൾ മതിലിൽ കയറുന്നുണ്ടോ. സാധാരണ മതിലിൽ അങ്ങനെ ഒരുപാട് ഹൈറ്റിൽ കയറി പോകാറില്ല ഇവർ. എന്നാലും ഇവർ എന്താ പറയുക, അവരുടെ ശരീരത്തിനനുസരിച്ചുള്ള നീളത്തിലേക്ക് ഹൈറ്റിലേക്ക് അവർക്ക് കയറി പോകാൻ പറ്റും. അടിപൊളി കണ്ടോ, സൂപ്പറായിട്ട്. അതെ, നല്ല. എന്തായാലും ഈ വർഷത്തെ ഇണചേരുന്നതിലുള്ള ഫീമെയിൽ അതിഥിയാണ്. പക്ഷേ
ഇണ ചേർന്നിട്ടില്ല. ഇപ്പോൾ ഉണ്ടെങ്കിലും ഇപ്പം നമ്മുടെ അതിഥികളുടെ ഡെലിവറി അണലി അതിഥികളുടെ പ്രസവ സമയമാണ് ഇപ്പം. ഒരുപാട് നല്ല തണുപ്പും നല്ല തണലും ഒക്കെ ഉള്ളൊരു സ്ഥലം. എന്തായാലും നമ്മൾ കണ്ടു. നമ്മുടെ 3 വയസ്സോളം പ്രായം വരുന്നത് ഈ വർഷം എന്തായാലും മാറ്റിങ്ങിനായിട്ടില്ല. അടുത്ത വർഷം മാറ്റിങ്ങിന് റെഡിയായ ഒരു ചേനത്തണ്ടർ എന്നറിയപ്പെടുന്ന, അണലി എന്നറിയപ്പെടുന്ന, കണ്ണാടി വിരിയൻ എന്നറിയപ്പെടുന്ന, റസൽസ് വൈപ്പർ എന്നറിയപ്പെടുന്ന ലോകത്തിലെ ഏറ്റവും നീളമുള്ള നീളമുള്ള പല്ലിന് ഉടമയായ അതിഥി. അതിലുപരി പുള്ളിക്കാരൻ്റെ വീക്ഷണം, സാറിൻ്റെ വീക്ഷണം, പുള്ളിക്കാരൻ ചെടിക്ക് വെള്ളം ഒഴിക്കുമ്പോൾ ചെടിയുടെ ഇതിനെ കാണുന്നത്. ഉടനെ പുള്ളിക്ക് സംശയം ഉണ്ടായിരുന്നു അത് അണലിയാണ്. ഉടനെ അദ്ദേഹം ഒരു വടിയെടുത്തുകൊണ്ട് തട്ടി നോക്കിയപ്പോൾ അണലിയായിരുന്നു. അതിനെ സേഫായിട്ട് ചപ്പിനിടെ കയറ്റിയിട്ടാണ് നമ്മളെ വിളിക്കുന്നത്. പക്ഷേ വീട്ടിൻ്റെ കോമ്പൗണ്ടിൽ ഇപ്പോൾ കണ്ട സ്ഥലത്തൊന്നും ഒരു മാളം പോലില്ല. മാളം ഉണ്ടായിരുന്നുവെങ്കിൽ അപ്പുറത്തെ പറമ്പിലേക്ക്, അടുത്ത പറമ്പ് വേക്കൻ്റായി കിടക്കുന്ന പറമ്പാണ്. അപ്പോൾ അങ്ങോട്ട് വേണമെങ്കിൽ പക്ഷേ അങ്ങനെ ഒരു സാഹചര്യം ഇല്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു വീക്ഷണമുണ്ട്, അത് അണലിയാണ് എന്നുള്ളത് ഒരു കറക്റ്റായിട്ട് കണ്ടുടനെ വിളിച്ചോണ്ട് പറഞ്ഞു അണലിയാണ്. സന്തോഷമുണ്ട്. ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള ഇവർക്കൊക്കെ ഉണ്ടാകുന്ന എന്താ പറയുക, ആ ഒരു പാമ്പ് ഇന്നതാണെന്ന് തിരിച്ചറിയാനുള്ള ഒരു കഴിവ് അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നു. അപ്പോൾ തൊട്ടടുത്ത പറമ്പിലൊരു പാമ്പിനെ കണ്ട് ഇദ്ദേഹത്തിന് പറയുന്നത് അത് അണലിയാണ്, അല്ലെങ്കിൽ കോബ്രയാണ്, അല്ലെങ്കിൽ മൂർഖനാണെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നൊരു പ്രത്യേകതയിലേക്ക് നമ്മുടെ കേരള ജനത മാറിയിട്ടുണ്ട്. അത് വളരെ സന്തോഷം. അപ്പോൾ നമുക്കിവിടെ കാണാൻ നോക്കുക, കണ്ടിട്ട് നമ്മളിവിടെ നാട്ടിൽ കാണുന്ന ഒരു നാട്ടിൽ കാണുന്ന ഒരു അതിഥി തന്നെയാണ്, സാധാരണ കോമൺ ആയിട്ട് കാണുന്ന ഒരു അതിഥി. പക്ഷേ എന്നാലും ആ വാലിൻ്റെ പകുതിക്ക് താപ്പോട്ട് ഒരു കളർ വ്യത്യാസം കാണുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ അങ്ങനെ കാണാൻ അപൂർവമായിട്ട് മാത്രം കാണുന്നത്. പക്ഷേ എന്നാൽ ഞങ്ങൾ മഹാരാഷ്ട്രയിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ ഇതേപോലെ വെറൈറ്റി ആയിട്ടുള്ള കളറുള്ള അണലി അതിഥികൾ നമുക്ക് കാണാൻ പറ്റുന്നു. നല്ല സൈസുള്ള, എനിക്ക് തോന്നുന്നു എൻ്റെ ഓർമ്മയിൽ എനിക്ക് ഏറ്റവും സൈസുള്ളത് കിട്ടിയത് എയർപോർട്ടിൽ നിന്നാണ്, തിരുവനന്തപുരത്ത് എയർപോർട്ടിൽ നിന്നായിരുന്നു. അന്ന് RRT റാപ്പിഡ് റെസ്പോൺസ് ടീം റാന്നിയിൽ ഞങ്ങൾ റിലീസ് ചെയ്യുമ്പോൾ അവരുടെ ജീവിതത്തിൽ അവർ കണ്ടിട്ടില്ല ഇത്രയും വലിയ അണലി. അപ്പോൾ ഞാനും കണ്ടില്ല, അത്രയ്ക്ക് വലിയൊരു അണലിയായിരുന്നു. റൺവേ എന്നാണ് പിടിയത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഏതെങ്കിലും കാർഗോ വന്ന സമയത്ത് കാർഗോയ്ക്കകത്തോ അങ്ങനെയൊക്കെ ഇരുന്ന് വരാൻ സാധ്യത കൂടുതലാണ്. അങ്ങനെ വന്നതാവാൻ സാധ്യതയുണ്ട്. ആസാമിൽ നിന്ന് ആന്ധ്രയിൽ നിന്നൊക്കെ വന്നില്ല, അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന അതിഥി ആവേണ്ട സാധ്യതയുള്ളൂ അന്ന്. അപ്പോൾ അതിനുശേഷം എനിക്ക് വലിയ അതിഥികളൊക്കെ മഹാരാഷ്ട്രയിലെ യാത്രയിലൊക്കെ എനിക്ക് കിട്ടി, വലിയ കൂറ്റൻ അണലികളൊക്കെ എനിക്ക് കിട്ടി. അണലിയുടെ പ്രസവ സമയം വരികയാണ്, ഏപ്രിൽ അങ്ങോട്ട് അണലിയുടെ പ്രസവമാണ്. അപ്പോൾ കഴിവിൻ്റെ പരമാവധി വീട്ടിൻ്റെ അണലിയൊക്കെ കാണുന്ന സ്ഥലത്തുള്ള വീടുകളിലൊക്കെ ചപ്പുചവറുകൾ കൂട്ടി വെക്കാതിരിക്കുക, വിറവ് ഒന്നും വെക്കാതിരിക്കുക. അതുപോലെ നിങ്ങൾ ഒരു കാരണവശാലും ഒരു വേസ്റ്റ് നമ്മുടെ പറമ്പിനകത്ത് വെക്കാതിരുന്ന അത്രയും നല്ലത്. കാരണം അണലിയുടെ കുഞ്ഞ് ജനിച്ച് 2-3 ദിവസം കഴിയുമ്പോൾ തന്നെ കടിയേറ്റുള്ള അപകടമാണ്. എനിക്ക് തന്നെ ജനിച്ച് ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞ് അണലിയുടെ അണലിക്കുഞ്ഞിൻ്റെ കടി കിട്ടി ഞാൻ 7 ദിവസം സീരിയസ് ആയിട്ട് മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരുന്നു. ഇപ്പോഴെങ്കിലും ഒരു 15 വർഷങ്ങൾക്ക് മുന്നെയാണ്. അപ്പോൾ അണലിയുടെ പ്രസവം നടക്കാൻ പോവുകയാണ്, ഡെലിവറി നടക്കാൻ. അപ്പോൾ പരമാവധി നിങ്ങൾ വീടിൻ്റെ പരിസരം വൃത്തിയാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ എപ്പോഴും ഈ ചെരുപ്പ്, ഈ പകുതി അടഞ്ഞ ഷൂ, ക്യാൻവാസ് ഇങ്ങനെ സാധനങ്ങൾ താഴെ വെക്കരുത്, എല്ലാം സൂക്ഷിക്കണം. അതുപോലെ ചെടികളിൽ രാവിലെ പോയി അമ്മമാർ ഓമനത്തം ചെടിയെ ഇഷ്ടപ്പെടുന്ന അമ്മമാർ ചിലപ്പോൾ രാവിലെയൊക്കെ ഇപ്പോൾ ചെടിയിലൊക്കെ ഇങ്ങനെ തടയി വിടുന്നൊരു പ്രവണതയുണ്ട്. അതൊരു 2-3 മാസത്തേക്കെങ്കിലും നിങ്ങളത് ഒഴിവാക്കണം. സന്ധ്യാസമയത്തൊക്കെ പോയി ചെടിയിൽ ഇങ്ങനെ തടയി വിടരുത്. അത് ചെടിയൊക്കെ സ്നേഹിക്കുമ്പോൾ നമ്മൾ റോസിനെയൊക്കെ സ്നേഹിക്കുമ്പോൾ റോസാപ്പൂലൊക്കെ പോയി ഇങ്ങനെ തടയി വിടുന്നൊരു അനുഭവം നമ്മുടെ ചെടിയൊക്കെ സ്നേഹിക്കുന്ന അമ്മമാർക്കുണ്ട്. അത് നിങ്ങൾ കുറച്ച് ദിവസത്തേക്ക് ഒഴിവാക്കണം. കഴിവിൻ്റെ പരമാവധി നിങ്ങൾ ചെടിയിൽ തൊടുന്നുണ്ടെങ്കിൽ നല്ല പ്രഷറിൽ ചെടിയിൽ വെള്ളം നല്ല പ്രഷറിൽ അടിച്ചു കൊടുക്കുക. അതായത് പ്രഷർ കുറച്ചല്ല, നല്ല പ്രഷറിൽ വെള്ളം അടിച്ചു കൊടുക്കുക. കാരണം ആ ചെടിയിലൊക്കെ എഴഞ്ഞു വരുന്ന അണലിയുടെയും മൂർഖൻ്റെയൊക്കെ കുഞ്ഞുങ്ങൾ ചെടിയുടെ മുകളിലൊക്കെ കയറി ഇരിക്കുക. അപ്പോൾ നല്ല പ്രഷറിൽ വെള്ളം വീഴുമ്പോൾ ഇരിക്കില്ല, പെട്ടെന്ന് താഴെ ചാടി മറ്റ് അടുത്ത പറമ്പിലേക്ക് അങ്ങനെ പോകും. അപ്പോൾ അണലിയുടെ കടിയേറ്റെന്നൊക്കെ അറിയില്ല, കടിയേറ്റ് കഴിഞ്ഞാൽ അവിടെ നല്ല പെയിൻ ഉണ്ടാകുന്നു, അവിടെ വേദന അനുഭവപ്പെടുന്നു. അത് കഴിഞ്ഞ് അവിടെ നീര് വെക്കുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് എന്താ പറയുക, കീറലും മുറിക്കലും ഒക്കെ പഴുപ്പും ഒക്കെ ഉണ്ടാകുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. ഒരു കാരണവശാലും നിസ്സാരമായിട്ട് കാണാതിരിക്കുക. അപ്പം നമ്മൾ ഒരുപാട് പ്രാവശ്യം നമ്മൾ പ്രേക്ഷകരോട് പങ്കുവച്ചിട്ടുള്ളതാണ്. നമ്മുടെ ഒയ്യൂരടുത്ത് ഒരു അമ്മ അതുപോലെ ഗ്യാസ് കുറ്റി കൊണ്ടുവന്ന സമയത്ത് ഗ്യാസ് കുറ്റിക്ക് അടിയിൽ ഒരു അണലിപ്പാമ്പ് ഇരുന്ന് വന്നു. അപ്പോൾ അമ്മ ഗ്യാസ് കുറ്റി കൊണ്ടുവച്ചിട്ട് ആളങ്ങ് പുറത്തേക്ക് പോയി. അപ്പോൾ അമ്മ ഗ്യാസ് കുറ്റി കണക്ട് ചെയ്യാനായിട്ട് വന്ന സമയത്ത് ആ ഗ്യാസ് കുറ്റിയുടെ അടിയിൽ നിന്ന് ഒരു പാമ്പ് ഇറങ്ങി വന്ന് അമ്മ കാലുകൊണ്ട് തട്ടി വെളിയിൽ കളഞ്ഞു. എന്തായാലും നിർഭാഗ്യം, അമ്മയ്ക്ക് കടി കിട്ടി. 11:30 മണിക്കാണ് കടി കിട്ടിയത്. വീട്ടിൽ ആരും ഇല്ലായിരുന്നു, മക്കളെല്ലാം ഗവൺമെൻറ് ജീവനക്കാർ
ആൾക്കാരായിരുന്നു. അമ്മ ഒക്കെ വൈകുന്നേരം 5:30 മക്കളൊക്കെ വന്നപ്പോൾ മക്കളോട് പറഞ്ഞ സമയത്ത് അവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നിർപ്പാക്കിയെന്ന് പറയട്ടെ. അമ്മ വിയോഗപ്പെട്ടു. അതുകൊണ്ട് ഒന്നും നിസ്സാരമായിട്ട് കാണാതിരിക്കുക. വളരെ ചെറിയ അണലിയുടെ കടിയേറ്റാണ് ആ അമ്മ മരണപ്പെട്ടത്. അപ്പോൾ നമ്മൾ സമയം കളയാനില്ല. അപ്പോൾ നമ്മൾ എന്തായാലും ചേട്ടാ ഒരു ബോട്ടിലിങ് തരാം. അപ്പോൾ നമ്മളതിനെ ബോട്ടിലാക്കുകയാണ്. ഇതിനെ ബോട്ടിലാക്കി ചെറിയ ആളല്ലേ, ചെറിയ ആളായതുകൊണ്ട് നമുക്ക് ബോട്ടിലാക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല. നമ്മൾ കുഞ്ഞൻ അണലി അതിഥിയാണ്, അത്ര വലുതൊന്നും അല്ല അദ്ദേഹം. ചെറുതാണ്, അത്ര വലുതൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചാക്കിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇതിൻ്റെ ആവശ്യമില്ല. ഇത് സേഫാണ്. അപ്പോൾ നമ്മൾ എന്തായാലും ഇതേറ്റെ ബോട്ടിലാക്കി. അപ്പോൾ എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട സാറിൻ്റെ വീട്ടിൽ ചെടിയുടെ ഇടയിൽ കണ്ട അണലി അതിഥി കദമ്പയ്ക്ക് തൊണ്ടിനിടയിൽ ഒന്ന് പതുങ്ങിയിരുന്ന അതിഥിയെ 3 വയസ്സോളം പ്രായമുള്ള അണലി അതിഥിയെ പിടികൂടിയ വിശേഷങ്ങൾ നമ്മൾ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി, പുതിയ സംഭവങ്ങളുമായി, പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാ സ്നേക് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ രണ്ടുപേരുടെയും നന്ദി. നമസ്തേ.